വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല ക്രിസ്പിയും ജ്യൂസിയും ആയിട്ടുള്ള മിനി കാജയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഈ നെയ്യ്ക്ക് പകരം നമുക്ക് ബട്ടറോ ഓയിലോ യൂസ് ചെയ്യാം. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതൊരു 10-15 മിനിറ്റ് അടച്ചു വെക്കുക. ഇനി പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കണം. ഉരുകി കഴിയുമ്പോൾ 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇത് ഒറ്റക്കമ്പി പാകാവുമ്പോൾ, ഇതുപോലെ കയ്യിലൊട്ടുന്ന ഈ പാകാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. 3 ഏലക്കായ, 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടെ ചേർത്ത് അടച്ചു വെക്കണം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച മാവ് 2 ഭാഗമായിട്ട് മുറിച്ചെടുക്കുക. ഇത് നന്നായിട്ട് കനം കുറച്ച് പരത്തണം. അപ്പോൾ ഞാനിവിടെ കിച്ചൺ ടോപ്പിലാണ് പരത്തുന്നത്. നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കുക. ഇനി മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് ചുരുട്ടിയെടുക്കണം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ചുരുട്ടിയില്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് അഴിഞ്ഞു പോരും. ഇനി 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മുറിച്ചെടുക്കുക. ഇനി ഓരോ പീസും കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നല്ല ചൂടായ എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല ഗോൾഡൻ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച പഞ്ചസാര സിറപ്പിന് ചൂടില്ലെങ്കിൽ ഒന്ന് ചൂടാക്കണം. ചൂടോട് കൂടെ ഇത് പഞ്ചസാര സിറപ്പിൽ ഇട്ട് വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര സിറപ്പിൽ ഇട്ട് വെച്ച കാജ കോരി മാറ്റണം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ കോരിയിട്ട് പഞ്ചസാര സിറപ്പിൽ ഇട്ട് വെക്കണം. പഞ്ചസാര സിറപ്പിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കോരി മാറ്റാം. അപ്പോൾ പഞ്ചസാര സിറപ്പിന് ചൂടുണ്ടായിരിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ നല്ല ക്രിസ്പി ജ്യൂസി ആയിട്ടുള്ള മിനി കാജ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിലുണ്ടാക്കി വെക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.